ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ അനുമോളെ തകർക്കുക, അനുമോളെ ഒരു കാരണവശാലും വിജയ കിരീടം ചൂടിക്കാതിരിക്കുക, ഇതിനു വേണ്ടിയിട്ട് മാത്രം കച്ച കെട്ടി കുറച്ച് ടീമുകാർ ഇന്നലെ മുതൽ അവിടെ കെട്ടിയിറങ്ങിയിട്ടുണ്ട്. അവർ നല്ല ബ്രില്യൻ്റ് ആയിട്ട് കുറെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നടന്നത്. ഇന്നലെ ആദ്യ ഭാഗം നടന്നു. ആരുടെ വക? PR കമ്പനി ടാഗ് കൊടുത്ത് നമ്മുടെ കട്ടപ്പ നമ്പർ 1 ആയ ശൈത്യയുടെ ഭാഗത്തു നിന്ന് നടന്നിരുന്നു. ഇന്ന് രണ്ടാമത്തെ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള അപ്പാനി ശരത്തും നമ്മുടെ RJ മിൻസിയുടെയും ഗംഭീരമായ സ്ക്രിപ്റ്റ് ആണ് ഇന്ന് നടന്നത്. പക്ഷെ ഇന്നലത്തെ ശൈത്യയെക്കാളും മികച്ച പെർഫോമൻസ് ആണ് നമ്മുടെ ബിൻസിയും അതോടൊപ്പം തന്നെ അപ്പാനി ശരത്തും കാഴ്ചവെച്ചത്. അപ്പാനി ശരത്ത് ആക്ച്വലി സപ്പോർട്ടിംഗ് റോൾ ആയിരുന്നു. ദ റിയൽ പെർഫോമർ എന്ന് പറയുന്നത് നമ്മുടെ ബിൻസി, RJ ബിൻസിയനായിരുന്നു. ബിൻസിക്ക് കൈയടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അത്ര ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു. നിന്നെ ഞാൻ ഇവിടുന്ന് ഇതിനു മുമ്പ് വല്ലതും ആയിരുന്നെങ്കിൽ നിന്നെയും ഷാനവാസിന്റെയും കാരണം അടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയേനെ. എന്തൊക്കെ ഡയലോഗുകളാണ് അടിച്ചിറക്കിയെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ചിരിച്ചു വന്നു. ഷാനവാസിന് നട്ടലില്ലാത്തവൻ, നട്ടലിൽ നമ്മുടെ വേറെന്തോ എടുത്തു വെച്ചേക്കുന്നവൻ. പിന്നെ അനുമോളെ പറഞ്ഞത് എക്സ്പെക്റ്റഡ് ആണ്. എന്തായാലും ഷാനവാസിനും കൂടിയിട്ട് 2 കൊടുത്തത് എന്തായാലും നന്നായെന്ന് എനിക്ക് തോന്നി. അനുവിനൊരു ചെറിയൊരു ഒരു പെർസെൻറ്റേജ് സപ്പോർട്ടെങ്കിലും കിട്ടിയല്ലോ. ഷാനവാസിന്റെ ഒരു കൈത്താങ്ങുണ്ടാവുമല്ലോ എന്തായാലും. അതെന്തായാലും കിടുക്കി. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ റിയൽ വില്ലൻ അല്ലെങ്കിൽ യഥാർത്ഥ കട്ടപ്പ അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് കുത്തുന്ന യഥാർത്ഥ വില്ലൻ ആരാണെന്ന് അറിയോ? സത്യത്തിൽ ഇവരാരുമല്ല, ആദിലയാണ് യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത്. ആദിലെ കണക്ക് ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു സ്ത്രീ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിന്റെ കൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ അനുവിന്റെ കൂടെ നിന്നിട്ട് ശനി ഞായറും ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് മാറി നിന്ന് ബാക്കിൽ നിന്ന് കുത്തി കൊടുത്ത് ലാലേട്ടനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കലായിരുന്നു ആദിലയുടെയും നൂറയുടെയും ഹോബി. ഇത് എന്നിട്ടും അനു എത്ര വന്നാലും പഠിക്കത്തില്ല. തിങ്കളാഴ്ച മുതൽ വീണ്ടും ഇവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ചക്കരയടയായിട്ട് ഇവർ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇന്ന് യഥാർത്ഥ കുത്ത് നല്ല രീതിയിൽ അനുവിന് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ കിട്ടിയിട്ടും ഇനിയും അനു ഇവരുടെ പുറകെ പോവുകയാണെങ്കിൽ ഇവരുടെ കാര്യം ഞാൻ എൻ്റെ എപ്പിസോഡിൽ ഒന്നും പറയത്തുപോലുമില്ല. എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറയത്തില്ല. കാരണം ഇതിനേക്കാൾ നാറിയൊരു കുത്തിന് വേറെ കിട്ടാനില്ല. ഞാൻ പറയുന്നു, ബിൻസിയും അപ്പാനി ശരത്തും ബാക്കി അവിടെ വന്ന എല്ലാവരും വെൽ പ്ലാൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവരെ കുത്താനാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം. ഇവരുടെ എയർപോർട്ട് വീഡിയോസ് ആണെങ്കിൽ ഇവരുടെ പ്രീവിയസ് വീഡിയോസ് ആണെങ്കിൽ ഇതിൽ നിന്നെല്ലാം ക്ലിയർ ആണ്. ഇവർക്ക് നല്ല ഒന്നാം തരം അസൂയാണെന്നേ. അസൂയയും കുശുമ്പും മാത്രം. അതായത് അനുമോള് വിജയിക്കുന്നുള്ള നല്ല ഉൾഭയം ഇവർക്കുണ്ട്. ആ ഒരൊറ്റ ഉൾഭയത്തിന്റെ പുറത്ത് കാട്ടിക്കൂട്ടുന്ന ഭ്രാന്ത് പിടിക്കുന്ന പ്രവൃത്തികളാണ് ഇവർ ചെയ്തു കൂട്ടുന്നത്. ഇവരെങ്ങനെ, അഥവാ അനു ജയിച്ചു കഴിഞ്ഞാൽ ഇവരെങ്ങനെ താങ്ങുമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളാണ് ഈ പരിപാടികൾ. ഇതിന്റെ ഇടയിൽ ഈ ആദില കാണിച്ചത്, ആദില അതായത് ബിൻസിയുടെ അപ്പാനി ശരത്തിന്റെ ലവ് കോംബോ നടക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ പറയുന്നതിന്റെ ഇടയിൽ ആദില വന്ന് പറഞ്ഞോണ്ട് ഈ നുണച്ചി എന്നോട് പറഞ്ഞു, അതായത് നമ്മുടെ ബിൻസി ക്ലീവേജും കാണിച്ച് അപ്പാനി ശരത്തിന്റെ കീഴിൽ പോയി കിടക്കുന്നുണ്ടെന്ന് ഇവിടെ എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞത്. ഇവള് ഇത്ര വലിയ ഭയങ്കര സംഭവമാണെങ്കിൽ ഇവക്ക് അന്ന് ചോദിക്കാറുന്നല്ലോ, അന്ന് പറയാറുന്നല്ലോ ഈ വേല എൻ്റെ അടുക്ക് പറയരുത്, ഈ പരിപാടി എന്തിനും ചെയ്യരുതെന്ന്. പകരം ഇവരെന്ത് ചെയ്തെന്നറിയാവോ? ഇതിന് അനു പറയുന്നതിന് മുമ്പ് തന്നെ, കൃത്യമായിട്ട് ഞാൻ പറയണേ, അനു പറയുന്നതിന് മുമ്പ് തന്നെ ആദില, നൂറ, ശൈത്യ, ഷാനവാസ് ഇവര് 4 പേരും കൂടി ചേർന്നാണ് ആദ്യം പറയുന്നത് ദാറ്റ് ബിൻസിയും നമ്മുടെ അപ്പാനി ശരത്തും തമ്മിൽ ലവ് ട്രാക്ക് അവിടെ നടക്കുന്നുള്ളത്. ഇവര് 4 പേരും കൂടിയാണ് ആദ്യം പറയുന്നത്. ആ സമയത്ത് അവിടെ അനു പോലും ഇല്ലായിരുന്നു. അതിനുശേഷമാണ് അനു ഇത് പറയുന്നത്. അതിന്റെ വീഡിയോസ് ഇപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കിട്ടും, അല്ലെങ്കിൽ പഴയ എപ്പിസോഡ്സിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടും. എന്നിട്ടാണ് ഈ നാറിയ കളി നമ്മുടെ ആദില അനുവിനെതിരെ കുത്തിയെടുത്ത് കളിക്കുന്നത്. ഇതിലൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇതൊന്നും കാണുന്നില്ല എന്നുള്ളത്, ഇവർക്ക് തലയ്ക്ക് ആള് താമസം ഇല്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഭയങ്കര ചീപ്പ് മെന്റാലിറ്റി ഗെയിമാണ്. അതിനിടയിൽ അടുത്ത രണ്ടാമത്തെ കാര്യം, ആദില പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? അനുമോള് ലെസീബിയൻ ടൈപ്പ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു നമ്മുടെ ശാരികയോട്, ഹോട്ട്സ്റ്റാറിലെ തള്ളയുണ്ടല്ലോ അവരോട് കാണിച്ചിരുന്നു. അവരെ പേരൊന്നും എടുക്കാൻ എനിക്കൊരു താല്പര്യമില്ല. എന്ത് അരോചകമാണ് അവരും. ആ രഞ്ജിത്തും ശാരികയും ഇവരൊക്കെ വന്ന് അവിടെ കാട്ടിക്കൂട്ടുന്നത് എന്ത് വൃത്തികേടാണെന്ന് അറിയാവോ? ഭയങ്കര TV ഓഫ് ചെയ്തിട്ട് പോകാൻ തോന്നും. എന്തായാലും ബാക്ക് ടു ടോപ്പിക്. അതായത് അനുമോളുടെ കെട്ടിപ്പിടുത്തവും അനുമോളുടെ പ്രവൃത്തിയും ഒക്കെ ശാരികയ്ക്ക്, അതായത് ഇവളുടെ അഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്ന്, അനുമോൾക്ക് ഇവളോട് അഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്ന്. അതായത് നമ്മുടെ ആദിലയും നൂറയും എങ്ങനെയാണോ ആ രീതിയിലുള്ള അഫെക്ഷൻ ശാരികയോട്, ആ തള്ളയോട് അനുവിന് തോന്നിയിട്ടുണ്ടെന്ന്. കേട്ടിട്ട് ചിരി വരുന്നല്ല. ആദില പറഞ്ഞു കൊടുക്കണം, ആദിലയോട് ശാരിക പറഞ്ഞത്. അതിനെ ചൊല്ലി അവിടെ ഇത് ചെയ്യുന്നത്. ഇതൊക്കെ അനു കേട്ട് കഴിഞ്ഞാലുണ്ട്. അനുവിനോട് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഇവര് ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എന്ത് പറയാനാണല്ലേ? ഒന്നും പറയാനില്ല. ഇതിനിടയിൽ വേറെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. അതായത് നമ്മുടെ മസ്താനി എൻ്റർ ചെയ്തായിരുന്നു. മസ്താനി എൻ്റർ ചെയ്തിട്ട് ഒരു മനുഷ്യന്മാർ ഒരു തിരിഞ്ഞു നോക്കിയില്ലെന്നുള്ളതാണ്. പാവം ഭയങ്കര സത്യം പറഞ്ഞ വിഷമം തോന്നി. പക്ഷെ കാണിച്ചു കൂട്ടിയതിൻ്റെ പ്രവൃത്തികളുടെ എല്ലാം
ഭയങ്കരമായിട്ട് അനുഭവിച്ചു എന്നുള്ളത് മനസ്സിലായി. രാത്രി അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു, എന്നെ ആരും മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു, എന്നെ വെളിയിൽ ഒരു സപ്പോർട്ട് പോലും എനിക്ക് കിട്ടിയിട്ടില്ല, എന്നെ വിളിക്കുമെന്ന് വിചാരിച്ചപ്പോൾ പോലും എനിക്ക് എന്നെ വിളിച്ചിട്ടില്ല, എല്ലാവരും എന്നെ അവോയ്ഡ് ചെയ്ത് കളയാണ്. എനിക്ക് ഈ ഷോയിലേക്ക് വരാൻ, പിന്നീട് വരാൻ, റീ എൻട്രിക്ക് വരാനാണെങ്കിൽ ഒരു താല്പര്യമില്ലായിരുന്നു. പിന്നെ കൂടെ നിന്നവർ പറഞ്ഞതാണ് ബിഗ് ബോസിന്റെ ഫൈനലിൽ അങ്ങനെ പോകണമെന്ന് മാത്രം വന്നതാണ്, അല്ലാതെ ഇവർ വിളിച്ചപ്പോൾ എനിക്ക് ഒരു കാരണവശാലും താല്പര്യമില്ലാതാണ് വന്നത്. ഞാൻ പഴയ രീതിയിൽ വന്ന പോലെ അല്ല നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ സത്യമാണ്, പകർന്ന് ഒരു അക്ഷരം, അതായത് വന്നതിന് ശേഷം ഒരു അക്ഷരം ഉണ്ടെന്ന് എങ്ങും കണ്ടിട്ടില്ല, എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പോയി നിൽക്കുന്നതല്ലാതെ പിന്നെ ആരും മൈൻഡ് ചെയ്തില്ല. അക്ബറും ശരത്തും പറയുന്നുണ്ട്, ശരത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നറിയാം. ശരത്ത് വീണ്ടും അക്ബറിനോട് നല്ല രീതിയിൽ സ്ക്രൂ കയറ്റി കൊടുക്കുന്നുണ്ട്. മസ്താനിയും ആര്യനും കൂടി നല്ല പണിയാണ് പണിഞ്ഞതെന്ന് പറഞ്ഞ് അക്ബറിനോട് പറയുന്നുണ്ടായിരുന്നു. അക്ബർ പറയുന്നുണ്ട് വലിച്ച് കയറി ഭിത്തിയിൽ ഒട്ടിച്ചാലോ എന്ന് ശരത്തേനും ചോദിക്കുന്നുണ്ട്. പക്ഷെ അക്ബർ ശരത്ത് സമ്മതിച്ചില്ല. പിന്നെ ഇതിന്റെ ഇടയിലാണ് ഈ രഞ്ജിത്തിന് എന്തിന്റെ കേടാന്ന് എനിക്കറിയത്തില്ല, റന ഫാത്തിമയുടെ മുകളിൽ കയറുന്നത്. എന്ത് ഷോയാണ് അയാൾ കാണിക്കുന്നത്, എത്ര വൃത്തികെട്ട ഷോയാണ് അയാൾ കാണിക്കുന്നത്, എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല. പിന്നെ നമ്മുടെ ജിഷിനും ഈ എനിക്ക് പറയാൻ വയ്യ കേട്ടോ, സത്യം പറയാല്ലേ, ഈ വന്നു കയറുന്നവർക്ക് സത്യമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു സീസണിൽ ഇങ്ങനെയുള്ള പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഇത്രയും കണ്ടസ്റ്റൻസ് ഈ ഫൈനലിസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരെ ബൂസ്റ്റ് ചെയ്യാനോ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ കയറ്റി വിടുന്നത്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? പരസ്പരം വന്ന് അടി കൂടുന്നു, ഒരാൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു, ഇതൊക്കെയാണ് സംഭവം നടക്കുന്നത്. ഇതിലെല്ലാം വ്യത്യസ്തമായി എനിക്ക് തോന്നിയത്, എയർപോർട്ടിലെ വീഡിയോസ് കണ്ടതിൽ നമ്മുടെ ലക്ഷ്മിയാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ലക്ഷ്മി എന്തായാലും എല്ലാവർക്കും PR ഉണ്ടല്ലോ, അതിനെന്താ പ്രശ്നം എന്നൊക്കെ തീർച്ചയായിട്ടും ചോദിക്കുന്നുണ്ട്. സോ ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള അറ്റംപ്റ്റ് ആയിരിക്കും വരിക. മിക്കവാറും നാളെ ആയിരിക്കും ലക്ഷ്മിയും ആര്യനും നമ്മുടെ രേണു സുധിയൊക്കെ കയറാൻ പോകുന്നത്. ലക്ഷ്മി എന്തായാലും നാളത്തെ എപ്പിസോഡുമായിട്ട് കാണാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.